ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് ആൻഡ് ഗ്രേറ്റ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോഴിക്കോട് വ്ളോഗാണ്. അപ്പോൾ ഇത് കുറേ മുമ്പേ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്, പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇച്ചാൻ്റെ കല്യാണ ടൈം നമ്മൾ കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. കല്യാണത്തിന് കുറച്ച് ചില്ലറ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പിന്നെ മക്കാമിലൊക്കെ പോകാനുണ്ടായിരുന്നു, മടവൂർ. അപ്പോൾ അങ്ങനെ പോയതാണ് നമ്മൾ ട്രെയിനിലാണ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കാമിലും കല്യാണത്തിന് സാധനങ്ങൾ വാങ്ങാനുണ്ടായത് കാരണം മൂത്താപ്പാവും മൂത്തമ്മ നമ്മളെല്ലാവരും കൂടെ പോയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ റെയിൽവേ ആയതുകൊണ്ട് ട്രെയിൻ സമയത്തിന് എത്തുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ട്രെയിൻ ഓൺ ടൈം ആയിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി അങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും കണ്ടിങ്ങനെ കോഴിക്കോട് എത്തുന്നവർ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ട്രെയിനിൽ ഇരുന്നിട്ടൊന്നും ചെയ്യാനില്ലാത്തത് കാരണം പുറത്തെ ചില കാഴ്ചകൾ ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ അനിയനിങ്ങനെ കുറച്ച് സമയം ചൊരാക്കി ഇരുന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാണാനും മാത്രം കാഴ്ചകളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചുമ്മാ ഇങ്ങനെ സൂര്യനെ നോക്കിയിരുന്നു. പിന്നെ നല്ല ബോറടിച്ചപ്പോൾ ഒരു എയർപോർട്ടും വെച്ച് പാട്ടും കേട്ട് ഇങ്ങനെ ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ടിരുന്നു. ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ ഇതാണ്, ഒരു പുഴയോ കടലോ അങ്ങനെ എന്തെങ്കിലും കാണുന്നത്. അപ്പോൾ നമ്മളിത് ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മൾ കോഴിക്കോട് എത്തിപ്പെട്ടു. പിന്നെ നമ്മൾ കുറേ ടൈം ക്യൂ നിന്നിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു, ഭയങ്കര ഓവർ ക്രൗഡഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഓട്ടോ പിടിച്ച് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മളൊരു ബസ്സും പിടിച്ച് നേരെ മടവൂരേക്ക് വിട്ടു. മടവൂർ മക്കാമിൽ നേർച്ചയുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഒരുപാട് നടക്കാനുണ്ടായിരുന്നു മക്കാമിലേക്ക്. അങ്ങനെ ഒരു നീണ്ട നടത്തത്തിന് ശേഷം നമ്മൾ മക്കാമിലെത്തി. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി. അവിടെയാണെങ്കിൽ നമ്മൾ നോക്കാൻ വേണ്ടി ആരും ഉണ്ടായിരുന്നില്ല, വെയിറ്ററും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ സമയം നമ്മൾ ഇരുന്നതിന് ശേഷം ഒരാൾ വന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡാണെങ്കിൽ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം വെച്ച് നമ്മളെല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് SM സ്ട്രീറ്റിലേക്കാണ് പോയത്. കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് SM സ്ട്രീറ്റിൽ പോകണം എന്നുള്ളത്. പിന്നെ കല്യാണമൊക്കെ വരുന്നത് കാരണം കുറച്ച് ജ്വല്ലറീസും കാര്യങ്ങളും പർച്ചേസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇയറിങ്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇയറിങ്സിൽ തന്നെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസിൻ്റെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഒരുപാട് ഇയറിങ്സ് ഇട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേസിന് ഇത് എനിക്ക് സൂറ്റബിൾ ആയി തോന്നിയതുകൊണ്ട് ഞാൻ ഇതാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതന്നെ എടുക്കാമെന്ന്. സോ ഇതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത ഇയറിങ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 130 റുപ്പീസാണ്. എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും നടന്നതുകൊണ്ട് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി. കുറച്ച് ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ഐസ്ക്രീംസൊക്കെയാണ് അധികം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രൂട്ട് സലാഡും ഗഡ്ബുഡും പിന്നെ ഷവർമയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എടുത്തു പറയാനും മാത്രം ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആസ് യൂഷ്വൽ എല്ലാ ഹോട്ടലിലും കിട്ടുന്നത് പോലത്തെ ഫുഡ് തന്നെയാണ്. പക്ഷേ ഷവർമ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ആ ഒരു കൊടുത്ത പ്രൈസിന് വേർത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനെക്കാട്ടി കൂടുതൽ ബെറ്റർ നമ്മളെ നാടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഷവർമേൻ്റെ ഉള്ളത്തെ ഫീലിങ്സൊക്കെ എനിക്ക് ഭയങ്കര കുറവായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പ്ലേറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചു. അവിടെ നിന്ന് നല്ല ദാഹം ഉണ്ടായത് കാരണം ജ്യൂസും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തുനിന്ന് കാണാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റ് നല്ലൊരു അടിപൊളി വൈബൊക്കെയാണ്. പക്ഷെ ഉള്ളിൽ ഇരിക്കാനുള്ള സൗകര്യവും കുറവായിരുന്നു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു ഹോട്ടലിൽ. പക്ഷെ അവിടെ ആർക്കും ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ബാംഗിൾസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഫാൻസി ഷോപ്പിലേക്കാണ് കയറിപ്പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആൻറ്റിക് ആയിട്ടും അല്ലാതെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മളിതുപോലത്തെ കുറച്ച് റിങ്ങും കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്തമ്മക്ക് ഇഷ്ടപ്പെട്ടത് കാരണം നമ്മളതിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്ന്. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് ആംഗ്ലെറ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതും മൂത്തമ്മക്ക് തന്നെയാണ്. നമുക്ക് അവിടെ നിന്ന് ഒരു സാധനം ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ സൈസ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല. കുറേ തപ്പിപ്പിടിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് ചില്ലറ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലത്തെ കുറച്ച് ജ്വല്ലറീസും കാര്യങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിന്നു. ട്രെയിൻ വരുന്നത് വരേക്കും ഇതുപോലത്തെ കുറച്ച് കോപ്പറായങ്ങളും കളിച്ച് നമ്മൾ അവിടെ ചുമ്മാ ഇരുന്നു. പിന്നെ ട്രെയിനിൽ നിന്ന് കുറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേസും അതുപോലത്തെ കുറച്ച് ചില്ലറ സാധനങ്ങൾ നമ്മൾ വാങ്ങി അവിടെ ഇരുന്നു. ഇവന് പിന്നെ ട്രെയിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തത് കാരണം അവൻ അപ്പം തന്നെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതുവെ ചായ കഴിക്കാത്തത് കാരണം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ളവരൊക്കെ കഴിച്ചു. ട്രെയിൻ വരുന്നതിനുള്ളിൽ ഇതൊക്കെ എങ്ങനെ കഴിച്ചു തീർക്കാം എന്നുള്ള ദൗത്യത്തോടു കൂടി ഇവൻ ഇത് ഓരോന്നായി ഇങ്ങനെ തീർത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവൻ കുറച്ച് സ്നേഹമുള്ള അനിയനായത് കാരണം എൻ്റെ വായിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ട്രെയിൻ വരുന്നത് നോക്കിയിരുന്നു. പടക്കം പൊട്ടുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തിൻ്റെ ഭാഗമാണോ എന്തോ. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം നമ്മൾ ട്രെയിൻ വന്നു. നമ്മൾ അതിൽ കയറി നാട്ടിലേക്ക് തിരിച്ചു വന്നു.